അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അൽ അസീസ് 15/5/2015 നടത്തിയ ജുമാ ഖുത്ബയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ധാർമ്മിക ഗുണങ്ങൾ ജന്മവാസനകളല്ല. മനുഷ്യൻ്റെ ധാർമ്മികതയെ സംബന്ധിച്ച് പൂർണ്ണമായ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാത്ത ഒരു മതവും സമ്പൂർണ്ണമാണ് എന്ന് പറയുവാൻ കഴിയുകയില്ല. ആത്മീയതയുടെ ഭാഗമൊന്നുമല്ല ധാർമ്മികത. എന്നിരുന്നാലും ആത്മീയതയിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണത്. സമ്പൂർണമായ ധാർമ്മികതയിലല്ലാതെ മനുഷ്യന് സമ്പൂർണ്ണ ആത്മീയ വികാസം ആർജിക്കുവാൻ സാധ്യമല്ല. ധാർമ്മിക തത്വങ്ങളെക്കുറിച്ചുള്ള പഠനം മനുഷ്യനെ അത്ഭുതപ്പെടുത്തും. ധാർമ്മിക തത്വങ്ങളെക്കുറിച്ചുള്ള അന്വേഷണപാതയിൽ മനുഷ്യൻ ഇന്നും അന്ധകാരത്തിൽ തന്നെയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായ ഒരു മറുപടി എന്നത് ഇന്നും അസാധ്യം തന്നെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചില തത്വങ്ങളെക്കുറിച്ച് ചുരുങ്ങിയ വിവരങ്ങൾ എനിക്ക് നൽകുവാൻ കഴിയും. ഒന്നാമത്തെ കാര്യം ധാർമ്മികതയ്ക്ക് ഒരു നിർവചനമാണ്. ധാർമ്മിക ഗുണങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് തെറ്റായി മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ വലിയ തെറ്റിലകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫലമില്ലാത്തതും ദൈർഘ്യമേറിയതുമായ പ്രഭാഷണങ്ങൾ മതഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മൃഗീയതയ്ക്കും ധാർമ്മികതയ്ക്കും ഇടയിൽ ഒരു മധ്യാവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ ജനം പരാജയപ്പെട്ടിരിക്കുന്നു. മൃഗീയത കൊണ്ട് അർത്ഥമാക്കുന്നത് അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. അത് തെറ്റായ പരിശീലനമാണ്. രോഗം, സ്വഭാവം, അജ്ഞത അഥവാ ദുഷ്ചിന്ത ഇവയൊക്കെ സ്വാർത്ഥ ഉദ്ദേശത്തിനായി, സ്വാർത്ഥപൂർത്തീകരണത്തിനായി ചെയ്യുന്നു. ഇതിന് മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് യാതൊരു പരിഗണനയുമില്ല. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതിയായുള്ള അവസ്ഥ ഇതല്ല. പ്രകൃതിയായുള്ള മനുഷ്യൻ്റെ അവസ്ഥയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള വാസനയുണ്ട്. തെറ്റു ചെയ്യുന്നവരെ നല്ല ധാർമ്മികതയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുവാനുള്ള കഴിവുമുണ്ട്. ഉദാഹരണത്തിന്, മനുഷ്യൻ സമൂഹജീവിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിൽ ഈ വിചാരങ്ങൾ കൊണ്ട് അവനെ ധന്യമാക്കിയിട്ടുള്ളതുമാണ്. ഒരു കുട്ടിയെ തികച്ചും ഒറ്റയ്ക്ക് വളർത്തിയെന്നിരിക്കട്ടെ, അവൻ്റെ സ്വഭാവത്തിൽ നിന്നും ഈ വിചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. എന്നിരുന്നാലും ഈ ധാർമ്മികതയുടെ പ്രത്യേകത അത് അവനിൽ പ്രകൃതിയായുള്ളതാണ് എന്നതാണ്. ഉദാഹരണത്തിന്, സ്നേഹം, അനിഷ്ടം ഇവ രണ്ടും പ്രകൃതിയായുള്ളതാണ്. ആയതിനാൽ അതിൽ ഒന്ന് നല്ലതും മറ്റേത് മോശവും എന്ന് പറയാവതല്ല. അതിൽ ഒന്ന് നല്ലതും മറ്റേത് മോശവും എന്ന് പറയേണ്ടി വരുമ്പോൾ നാം അംഗീകരിക്കേണ്ടി വരും, അതായത് അള്ളാഹു നമ്മിൽ മോശമായതിനെ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അത് ഒരു ദൈവദൂഷണമായി മാറും. നമ്മുടെ അനുഭവത്തിലൂടെ ഈ തത്വത്തെ ഖണ്ഡിച്ചാൽ ചില കാര്യങ്ങളോട് നമുക്ക് അനിഷ്ടമുണ്ട് എന്നിരിക്കട്ടെ,
ഉദാഹരണത്തിന് അടിച്ചമർത്തുക അഥവാ തെറ്റു ചെയ്യുക. ഇതിന് വലിയ സ്ഥാനം നൽകുന്നു എന്നിരിക്കട്ടെ, അത് മോശമായ ഫലം ഉളവാക്കും. അനിഷ്ടം എന്ന എല്ലാ വികാരങ്ങളെയും മോശമായി മാത്രം ദർശിച്ചാൽ തെറ്റ് ചെയ്യുന്നതിനോടുള്ള വെറുപ്പ് തന്നെ ഒരു പാപമായി തീരും. അത് കാര്യകാരണ യോജ്യവുമല്ല. ഒരു മതം അതിൻ്റെ അനുയായികളെ പഠിപ്പിക്കുന്നത് ദയ ഉണ്ടായിരിക്കണം, മാപ്പ് ചെയ്യണം, സ്നേഹം നൽകണം, കരുണ കാണിക്കണം, അമിതത്വം കാണിക്കരുത് എന്നൊക്കെയാണെങ്കിൽ ഇവയൊക്കെ തികച്ചും നമ്മുടെ പ്രകൃതിയായുള്ള വികാരങ്ങൾ മാത്രമാണ്. ഇവയൊന്നും ഒരു നിലയിലുമുള്ള ധാർമ്മിക ഗുണമായി എണ്ണാവതല്ല. അത്തരം മതങ്ങൾക്ക് ഇത്രമാത്രം അവകാശപ്പെടാം: ധാർമ്മിക പാഠം നൽകിയിരിക്കുന്നു. പ്രകൃത്യാ ഉള്ള വികാരങ്ങളെ നിയന്ത്രിച്ച് ശരിയായ ഗൃഹപാഠങ്ങളിലൂടെ അത് നേടുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. മറ്റൊരു വചനത്തിൽ പറഞ്ഞാൽ, പ്രകൃതിയായുള്ള ചില വിചാരങ്ങളെ നിയന്ത്രിച്ച് മറ്റുള്ളവയെ കീഴ്പ്പെടുത്തി ജീവിക്കുവാൻ നൽകുന്ന പരിശീലനത്തിന് ധാർമ്മികത എന്ന് പറയാവതല്ല. ഇത് ബോധപൂർവമുള്ള ഉദ്ദേശാധിഷ്ഠിതമായ നിലയിൽ പ്രകൃതിയായുള്ള വികാരങ്ങളെ നിയന്ത്രിച്ച് ഉചിതമായ സ്ഥാനത്ത് ഉപയോഗിച്ച് ഉചിതമല്ലാത്ത സ്ഥാനത്ത് ഉപയോഗിക്കാതെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനെ ധാർമ്മികത എന്ന് പറയാം. ഉദാഹരണമായി നമുക്ക് ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയെ എടുക്കാം. ധാർമ്മിക വ്യവസ്ഥ രാജ്യത്തെ ചില ആളുകൾക്ക് ബാധകവും മറ്റു ചിലർക്ക് ബാധകമല്ലാത്തതുമല്ല. അത് ഭരണവ്യവസ്ഥയല്ല, മറിച്ച് അരാജകത്വമാണ്. മറിച്ച് ഇത് പ്രാവർത്തികമാക്കുന്നതിന് ഓരോരുത്തർക്കും പരിധി നിശ്ചയിക്കേണ്ടതും ആർക്കും പരിധി കടന്നു പോകുവാൻ അനുവാദമില്ലാത്തതുമായിരിക്കണം. ഇക്കാരണത്താലാണ് മനുഷ്യൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന നിലയിലായിരിക്കണം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. എന്നാൽ ഈ നടപടിക്രമങ്ങൾ മൃഗങ്ങൾക്ക് ബാധകമല്ല. ഒരു മൃഗം ചിലപ്പോൾ വളരെ നല്ല നിലയിൽ സഞ്ചരിക്കുന്നുണ്ടാകാം, എന്നാൽ അത് ധാർമ്മികത കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയാവതല്ല. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ജന്മവാസന അനുസരിച്ചാണ് നടക്കുന്നത്. ഒരു മതം അവയിൽ ഏതിനെയെങ്കിലും മോശമായി ചിത്രീകരിച്ച് അപമാനിച്ചാൽ തുടർന്ന് അതിന് ധാർമ്മികതയില്ല, മറിച്ച് ധാർമ്മികതയെ നശിപ്പിക്കുവാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല സമൂഹത്തിൻ്റെ അടിത്തറ തോണ്ടുകയാണ്. യഥാർത്ഥ ധാർമ്മികത സ്ഥാപിക്കുവാൻ ആ മതത്തിനു മാത്രമേ കഴിയൂ. അതായത് യഥാർത്ഥ സമയത്ത് യഥാർത്ഥ സ്ഥാനത്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ ഓരോ ജന്മവാസനകളെയും ചൂണ്ടിക്കാണിക്കുവാൻ അതിന് കഴിയണം. മാനവ ലോകത്തിന് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനുള്ള നിയമങ്ങളുടെ ഒരു വലിയ സുന്ദര ദൃശ്യപ്രകടനം ഇസ്ലാം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതം അതനുസരിച്ച് വാർത്തെടുക്കാവുന്നതാണ്. അനുവദനീയമായ പരിധിയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ പ്രകൃതിയായുള്ള ധാർമ്മിക പ്രവർത്തനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ്റെ നിയമസംഹിതയിലൂടെ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം മാനവൻ സ്വീകരിച്ചുകൊണ്ട് ആത്മീയതയിലേക്ക് ഉയർന്നു പോകുന്നതിനുള്ള വഴികളാണ് ഇവിടെ ഹസ്രത്ത് ഖലീഫത്തുള്ള തുറക്കുവാൻ ശ്രമിക്കുന്നത്. നാം ഓരോരുത്തരും ധാർമ്മികത എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദോഷമായ മോശമായ ഇച്ഛകളെ നിയന്ത്രിച്ച് ഈ സദ്ധർമ്മചര്യകളെ പിന്തുടർന്ന് ആത്മീയതയിലേക്ക് ഉയർന്നു പോകാൻ കഴിയുന്നതാണ്. ഇത് ഗാഢമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ജീവിതക്രമം സ്വീകരിച്ചുകൊണ്ട് ആത്മീയതയിലേക്ക് ഉയർന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അഖിലത്തിനും നന്മയും സ്നേഹവും സൗഹാർദ്ദതയും ആർദ്രതയും നൽകി ഒരു സ്നേഹ സാമ്രാജ്യം ഈ ഭൂമുഖത്തും മരണാനന്തരം സ്വർഗരാജ്യത്തിലും സൃഷ്ടിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
ജസാക്കുമുല്ലാ അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.